അധികാരത്തിലേറിയ ആദ്യ ദിവസം മുതൽ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ച ഒരു മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റ്, അദ്ദേഹത്തിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും മുന്നിലുണ്ട് എങ്കിലും അദ്ദേഹത്തിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്ന ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. ആ പ്രതീക്ഷയിലേക്ക് ഉറ്റുനോക്കി കാത്തിരിക്കുകയാണ് കേരളം. ഇനി ഒരു മണിക്കൂറിനുള്ളിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള സമയമാണ്. ഇപ്പോൾ മണി 8 കഴിഞ്ഞു. ഇനിയിപ്പോ 9 മണിയോടുകൂടി ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഭവ സമാഹരണത്തിന് എന്തൊക്കെ നടപടികളാണ് വരാൻ പോകുന്നത് എന്നതാണ് ആദ്യ ബഡ്ജറ്റിനെ ചുറ്റിപ്പറ്റി പൊതുസമൂഹത്തിൽ ഉയർന്ന ആദ്യത്തെ ആകാംക്ഷയായിട്ടുള്ള വിലയിരുത്തലുകൾ നടക്കുന്നത്. ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് നടത്തുന്നത്. കേന്ദ്ര സഹായത്തിലെ 20,000 കോടിയുടെ കുറവ്, അതാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വി ഡി സതീശന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടികൾ നടപ്പിലാക്കണം, അതിന് അധിക വരുമാനം കണ്ടെത്തണം, നികുതി ചോർച്ച തടയണം, നികുതി പിരിവ് ഊർജിതമാക്കണം. ഇത്തരം നടപടികൾ അടങ്ങുന്ന സമഗ്ര ധന മാനേജ്മെന്റിലൂടെ വരുമാന വിടവ് പരിഹരിക്കാനായിരിക്കും വി ഡി സതീശൻ ശ്രമിക്കുക. സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ട് പുറത്തിറക്കിയ ധവളപത്രം നമ്മളെല്ലാവരും കണ്ടതാണ്. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വാർഷിക പദ്ധതിക്കായിട്ട് 20,500 കോടി കുറവുണ്ട് എന്നതാണ്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് 36,000 കോടിയുടെ വാർഷിക പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ മറുപടിയൊന്നും പറഞ്ഞില്ല. അവിടെ കേന്ദ്ര സർക്കാർ മൗനം തുടർന്നതോടെ വാർഷിക പദ്ധതി നടപ്പിലാക്കാൻ 20,500 കോടി രൂപ കണ്ടെത്തുകയോ പദ്ധതി വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യണം. ഇടത് സർക്കാർ പാസാക്കിയ ബജറ്റ് പുതുക്കുന്ന വി ഡി സതീശന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയും അത് തന്നെ. എന്തായാലും തിരഞ്ഞെടുപ്പിന് അധികം സമയമില്ലാതിരുന്നപ്പോൾ തന്നെ കഴിഞ്ഞ വർഷം പിണറായി സർക്കാരിന്റെ ബഡ്ജറ്റ് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അധിക വിഭവ സമാഹരണമില്ലാതെ മുന്നോട്ട് പോകാനാവില്ല എന്നത് തന്നെയാണ് വസ്തുത. അതിനുള്ള വഴി എന്തൊക്കെ എന്നതാണ് ബജറ്റ് പരിശോധിക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കെ ഇവർ ആരോപിച്ച നികുതി ചോർച്ച തടയാനുള്ള നടപടി എടുക്കുക എന്നത് തന്നെയാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു പോംവഴിയും ഒരു വെല്ലുവിളിയായും ഒക്കെ ആയിട്ട് നിലനിൽക്കുന്നത്. സ്വർണത്തിന്റെ വിൽപ്പനയ്ക്ക് അനുസരിച്ചുള്ള നികുതി കിട്ടുന്നില്ല എന്നും IGST ഫലപ്രദമായി പിരിച്ചെടുക്കാനാവാത്തതുകൊണ്ട് 1,00,000 ലക്ഷം കോടിയുടെ നഷ്ടമുണ്ട് എന്നുമാണ് പ്രതിപക്ഷ നേതാവായിരിക്കെ വി ഡി സതീശൻ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം. ഈ നഷ്ടങ്ങൾ എങ്ങനെ ഈ സർക്കാർ തിരിച്ചുപിടിക്കും? GST സംവിധാനം ഉടച്ചു വാർക്കുമോ? നികുതി പിരിവ് ഊർജിതമാക്കുമോ? ഇത്തരത്തിലുള്ള നടപടികൾ ബജറ്റിൽ വരുമോ? ഇതൊക്കെയാണ് കേരളം കാത്തിരിക്കുന്നത്. നികുതി വരുമാനം ഗണ്യമായി ഉയർന്നാൽ അല്ലാതെ ഇന്ദിരാ ഗ്യാരണ്ടികളും ക്ഷേമ പെൻഷനും വർദ്ധിപ്പിക്കാൻ സാധിക്കുകയില്ല. LDF നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി പോലെ സാമ്പത്തിക ബാധ്യത വരുന്നവ വേറെയും ഉണ്ട്. ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയേ തീരൂ. അതിന് വരുമാനം കൂട്ടണം. വാഹന നികുതിയുടെ പകുതിയും ഇന്ധന സെസ്സും ഇപ്പോൾ കിഫ്ബിയിലേക്കാണ് പോകുന്നത്. അത് അവസാനിപ്പിച്ച് സർക്കാരിന്റെ പണലഭ്യത കൂട്ടാനുള്ള നടപടികളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. LDF സർക്കാർ ബജറ്റും ധനവിനിയോഗ ബില്ലും പാസാക്കിയതിനാൽ റിവൈസ്ഡ് ബജറ്റോ ഒരു ഭേദഗതി ബജറ്റോ ആകും മുഖ്യമന്ത്രി അവതരിപ്പിക്കുക. ബജറ്റ് പുതുക്കുമ്പോൾ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് പരിമിതിയുണ്ട്. R ശങ്കറിനും ഉമ്മൻചാണ്ടിക്കും ശേഷം ധനമന്ത്രി എന്ന നിലയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ എന്ന പ്രത്യേകതയും ഈ ബജറ്റിനുണ്ട്. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മോശമെന്ന് വിലയിരുത്തി ഒരു ധവളപത്രം ഇറക്കിയതിന് തൊട്ടു പിന്നാലുള്ള ബജറ്റാണ് ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിക്കുന്നത്. എന്തായാലും കുറച്ച് സമയത്തിന് ശേഷം ഇതിന്റെ വ്യക്തമായ വിവരങ്ങൾ കേരളത്തിന് ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.